ഹലോ, ഞാൻ ഹന. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു ക്ലേ ജ്വല്ലറി ഡിഷാണ്. അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമ്മൾ എയർ ഡ്രൈ ക്ലേ റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഷേപ്പിൻ്റെ ഔട്ട്ലൈൻ എടുക്കണം. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ബട്ട് ആ വീഡിയോ എൻ്റെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. നല്ല കട്ടിയിൽ ഉണ്ടാക്കാൻ പാടില്ല, നല്ല തിന്നുവാൻ പാടില്ല. കാരണം നല്ല കട്ടിയിൽ ഉണ്ടാക്കിയാൽ നല്ല കനുണ്ടാവും, തിന്നായാലും പൊട്ടിപ്പോവും. പിന്നെ അടുത്തത് ഞാൻ ബോർഡറിനുള്ള ക്ലേ ഉണ്ടാക്കുന്നത്. ഇത് എയർ ഡ്രൈ ആണ്, നല്ല ഇത് ഒന്ന് നീഡ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നീഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, കാരണം പൊട്ടിപ്പോകാൻ കണ്ടില്ല. ഇവിടെ ഞാൻ ചെയ്യുമ്പോൾ പൊട്ടിപ്പോയി. അത് നമ്മളെ നീഡിങ്ങിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ നല്ല സോഫ്റ്റായി നീഡ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ വല്ല റോളിംഗ് പിന്ന് വെച്ച് റോൾ ചെയ്യുക. ഇപ്പോൾ ഗ്ലാസ് ബോട്ടിൽ എന്തെങ്കിലും വെച്ച് റോൾ ചെയ്താലും മതി. പിന്നെ ഇതിൻ്റെ ഈ സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ഷാർപ്പായിട്ട് നമ്മൾ ബോർഡർ കിട്ടണമെങ്കിൽ നമുക്ക് അവിടെ കട്ട് ചെയ്യാം. ഞാൻ ഒന്നും കൂടി സോഫ്റ്റായിട്ട് വേണ്ടിയിട്ടാണ് ഞാനവിടെ കട്ട് ചെയ്യാണ്ട് സാധാ ജസ്റ്റ് പ്രസ്സിങ് മാത്രം ചെയ്തത്. ഇനി നമുക്ക് സിൽറ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വെള്ളവും ക്ലേയും പാടെ 1:2 റേഷ്യോയിൽ എടുത്തിട്ട് നമ്മൾ മിക്സ് ആക്കണം, നല്ല മിക്സ് ചെയ്യണം. സിൽറ്റ് എന്ന് വെച്ചാൽ 2 ക്ലേ പാർട്സ് ഒട്ടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മളെ ബോർഡറും പിന്നെ അടിയിലത്തെ പ്ലേറ്റും പാടെ നമുക്ക് ഒട്ടിക്കണമെങ്കിൽ ഈ സിൽറ്റ് വെച്ചിട്ടാണ് ഒട്ടിക്കാൻ. അപ്പോൾ സിൽറ്റ് 4 ഭാഗം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പ്രസ് ചെയ്ത ബോർഡർ അതുവരെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ബോർഡർ മൊത്തം കവർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ പോർഷൻസ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ കുറച്ച് എക്സ്ട്രാ പോർഷൻസ് നമ്മൾ റോൾ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാവും, നല്ലതാണ്. കാരണം നമ്മൾ കറക്റ്റ് ലൈൻ എടുത്താൽ ചിലപ്പോൾ അത് തികയില്ല, കാരണം റൗണ്ട് ചെയ്ത് വരുന്നതല്ലേ, അപ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ എക്സ്ട്രാ പോർഷൻസ് ഉണ്ടാവുന്നത് നല്ലതാണ്. ഇനി നമ്മൾ ബാക്കി വന്ന സിൽറ്റേറ്റ് ഈ ഗ്യാപ്പുകളൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ ബോർഡറും പ്ലേറ്റും പാടെ നമ്മൾ ഗ്യാപ്പ് ഉണ്ടാവില്ല, ആ ഗ്യാപ്പ് മൊത്തം ഈ സിൽറ്റേറ്റ് കവർ ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് ഡ്രൈ ആക്കാൻ വെക്കണം. എയർ ഡ്രൈക്കിൽ ഒരു 24 hours എടുക്കും ഡ്രൈ ആവാൻ. അത് നമ്മൾ കുറച്ച് അവർ കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഡ്രൈ ആയ പോലെ തോന്നും, ബട്ട് ഉള്ളിൽ ഡ്രൈ ആയിട്ടുണ്ടാവില്ല. ഇത് സർഫസ് ഒന്ന് സ്മൂത്തായി കൊടുക്കണം. അപ്പോഴാണ് ക്ലീൻ ആയിട്ട് പെയിൻറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് സർഫസ് സ്മൂത്ത് ആവണം. അപ്പോൾ അതിന് സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, ബട്ട് ഇത് ചെയ്താലാണ് ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ ക്ലീനായി കിട്ടും. ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് വരക്കാനുള്ള ഔട്ട്ലൈൻ ഞാൻ ആദ്യം തന്നെ വരച്ചെടുക്കുകയാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന അക്രിലിക്കാണ്. മറ്റേ വാട്ടർ കളറോ അല്ലെങ്കിൽ ഗോഷൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ക്ലേമെന്ന് പോരും, കാരണം വാട്ടർ ബേസ് ആയതുകൊണ്ട്. അപ്പോൾ അക്രിലിക്കാണ് ക്ലേമ് നിൽക്കുന്നത്. നമ്മൾ വാർണിഷ് അടിക്കുമ്പോഴും അതെ, അക്രിലിക് ആണെങ്കിൽ അത് നല്ല സ്റ്റേബിളായി നിൽക്കും, ബട്ട് ഇത് വാട്ടർ ബേസ് വല്ല പെയിൻ്റ് ആണെങ്കിൽ അത് സ്റ്റേബിളായി നിൽക്കത്തില്ല. പിന്നെ ഈ ക്ലേയിൽ പെയിൻ്റ് അടിക്കുമ്പോൾ വേഗം ഡ്രൈ ആവും. പെയിൻറ്റ് നല്ല ഉണങ്ങിയാൽ നമുക്ക് വാർണിഷ് അടിക്കുക. അത് നല്ല ഉണങ്ങണം, അല്ലെങ്കിൽ പെയിൻറ്റ് അതിൽ നിന്ന് പോരും. അപ്പോൾ വാർണിഷ് അടിച്ചാൽ ഇങ്ങനെ ഗ്ലോസി ലുക്ക് ഉണ്ടാവും. അപ്പോൾ ദാറ്റ്സ് ഓൾ. Hope you all like this video. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. Please like, share and subscribe. Bye.